ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബെയ്ജിങ്ങിലാണ്. ബെയ്ജിങ്ങിലെ ഒളിമ്പിക് പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്ന് ജൂലൈ 26 തീയതിയാണ്. അപ്പോൾ 2024 ഒളിമ്പിക്സ് ഇപ്പോൾ പാരീസിൽ ജൂലൈ 26 തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒളിമ്പിക് മത്സരങ്ങൾ. ഇന്നേ ദിവസം നമ്മൾ ബെയ്ജിങ്ങിലുള്ള ഒളിമ്പിക് പാർക്കിലാണ്. നമ്മളിന്ന് ഒളിമ്പിക് പാർക്കിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒളിമ്പിക് ടവർ കാണാം. ബെയ്ജിങ്ങിലെ ഒളിമ്പിക് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒളിമ്പിക്സിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും വലിയൊരു വെന്യൂ, അതായത് ചൈനയിലെ ബെയ്ജിങ്ങിലാണ് ഒളിമ്പിക് ഹിസ്റ്ററിയിലുള്ള ഏറ്റവും വലിയൊരു വെന്യൂ ഒരുക്കിയിട്ടുള്ളത്. കണ്ടോ ഗൈസ്, ഇതാണ് ഒളിമ്പിക് ടവർ. അപ്പോൾ ഈ ടവറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഒളിമ്പിക്സിൻ്റെ സിമ്പലൊക്കെ കാണാം. ടവറിൻ്റെ മുകളിലായിട്ട് ഒളിമ്പിക്സിൻ്റെ ആ ഒരു എംബ്ലം അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. കിടിലൻ സ്ഥലമാണ് ഗൈസ്, ഒരു കിടിലൻ പാർക്ക്. ലൈറ്റൊക്കെ കണ്ടോ, ഫ്ലഡ് ലൈറ്റ് എല്ലാം എന്ത് പൊളിയായിട്ടാണ്. പക്ഷേ ഇന്ന് മുടിഞ്ഞ ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ അതാണിന്ന് സൺഗ്ലാസൊക്കെ ഇട്ട് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഈ കാണുന്ന ടവറിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. കണ്ടോ പാർക്കിലെ ഗാർഡൻസ്. 2008 സമ്മർ ഒളിമ്പിക്സും അതുപോലെ പാരാലിമ്പിക്സും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് നിർമ്മിച്ച പാർക്കാണ് ഗൈസ് ഇത്. 2008 ആ സമയം എനിക്ക് 9 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരമൊക്കെ അന്നത്തെ ന്യൂസ് പേപ്പറിലെല്ലാം വളരെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാർത്തയും കാര്യങ്ങളായിരുന്നു. കാരണം ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വെന്യൂ ചൈന ഒരുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നും തകർക്കാൻ പറ്റാത്ത റെക്കോർഡായിട്ട് നിൽക്കുകയാണ് ചൈനയിലെ ഈ ഒളിമ്പിക് വേദി. അപ്പോൾ നമ്മുടെ ഒളിമ്പിക് സ്റ്റേഡിയം, അതായത് ചൈനയുടെ നാഷണൽ സ്റ്റേഡിയം ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് പോകാം. ബെയ്ജിങ് എന്ന് കേൾക്കുമ്പോൾ ശരിക്കും ഒളിമ്പിക്സാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയും നമ്മുടെ ബെയ്ജിങ്ങിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ ഉള്ളത് അറിയുന്നത്. പക്ഷേ ആദ്യം ബെയ്ജിങ് മീൻസ് ഒളിമ്പിക്സ് എന്നായിരുന്നു എൻ്റെ മനസ്സിൽ എപ്പോഴും കടന്നു വരാറുള്ളത്. കാരണം ആ 2008 ഒളിമ്പിക്സ് അത്രയധികം ഹിറ്റായിരുന്നു. അതിന് പ്രത്യേക കാരണം ചൈന ഒരുക്കിയിട്ടുള്ള ഈ അതിമനോഹരമായൊരു വെന്യൂ തന്നെയാണ് ഗൈസ്. അതുമാത്രമല്ല 2022 വിൻ്റർ ഒളിമ്പിക്സും അതുപോലെ 2022 പാരാലിമ്പിക്സും എല്ലാം അതിൻ്റെ വേദിയായതും ചൈനയുടെ ബെയ്ജിങ്ങിലുള്ള ഈ ഒളിമ്പിക് പാർക്ക് തന്നെയാണ്. ഇത് രാത്രിയൊക്കെ ആകുമ്പോൾ വളരെ കിടിലൻ ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും. പക്ഷേ രാത്രി വരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്നിനി വൈകുന്നേരം എനിക്ക് തിരിച്ച് വുഹാനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിലും നമുക്ക് അത്യാവശ്യം രാവിലെയുള്ള കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ ഇതെല്ലാം ഇനി നടന്ന് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ജോലി തന്നെയാണ് ഗൈസ്. കാരണം അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഫ്ലഡ് ലൈറ്റിൻ്റെയൊക്കെ ഒരു പൊക്കം. ഇതൊക്കെ എന്ത് വൃത്തിയായിട്ടാണ് ഇവിടെ അവർ സൂക്ഷിച്ചിട്ടുള്ളതെന്നാണ്. ഈ കൂണൊക്കെ നിൽക്കുമ്പോൾ അല്ലേ, കൂൺ, മഷ്റൂം. അങ്ങനെ നമ്മളിത് ഒളിമ്പിക് ടവറിൻ്റെ ചുവട്ടിലെത്തി. വേണ്ടോ നോക്കൂ, സൂപ്പർ ഗൈസ്. ഞാൻ വിചാരിച്ചു നമുക്കിതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ലെന്ന്. നമുക്കകത്തേക്ക് കയറാം, പക്ഷേ അകത്ത് കയറുന്നതിന് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 88 യുവാനാണ്, ഏകദേശം 1000 രൂപ. തൽക്കാലം എൻ്റെ അടുത്ത് അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തു നിന്ന് മാത്രം കാഴ്ചകൾ കണ്ടിട്ട് തിരികെ മടങ്ങാനാണ് പ്ലാൻ. ഓക്കെ, പുറത്തു നിന്നുള്ള കാഴ്ചകൾ തന്നെ ഇനഫ്. ബെയ്ജിങ് തന്നെ എക്സ്പെൻസീവായിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇത്ര എക്സ്പെൻസീവായിട്ടുള്ള ടിക്കറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവും. നമുക്ക് നേരെ ഇനി അടുത്ത് നമ്മുടെ ബെയ്ജിങ് നാഷണൽ സ്റ്റേഡിയം കാണാൻ പോകാം. അതും ഒളിമ്പിക് സ്റ്റേഡിയമാണ്. ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് 2008 ബെയ്ജിങ്ങിൽ നിർമ്മിക്കപ്പെട്ട നാഷണൽ സ്റ്റേഡിയം. നമ്മളിപ്പോൾ വന്ന അത്രയും ദൂരം അതിൻ്റെ ഇരട്ടി തിരിച്ച് നടക്കണം. കാരണം ഇതിൻ്റെ അങ്ങേ അറ്റത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ പൊരി വെയിലത്ത് ചൂടൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് നടന്നു പോകാം ഗൈസ്. ഗ്രീൻ സിഗ്നലാണ്, നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. കണ്ടോ, പാർക്കിൻ്റെ നടുവിലൂടെയൊക്കെയാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക ഗൈസ് എല്ലാം. അത് ഈ പാർക്കെന്ന് മാത്രമല്ല, നമ്മുടെ വുഹാനിൽ തന്നെ കണ്ടില്ല, വുഹാനിൽ എന്തുമാത്രം നീറ്റായിട്ടാണ്. ഇവിടുത്തെ എല്ലാം അങ്ങനെയാണ് ഗൈസ്. ഇത്
ഇവിടുത്തെ മെയിൻ റോഡായാലും ടൂറിസ്റ്റ് പ്ലേസ് ആയാലും ടൂറിസം അല്ലാത്ത പ്ലേസ് ആയാലും എല്ലാം ഇവിടെ നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നമ്മുടെ രാജ്യത്തൊക്കെ ഇല്ലാത്തതും ആ ഒരു കാര്യമാണ്. എല്ലാം നിർമ്മിച്ചിടും, പക്ഷേ നീറ്റായിട്ട് പലപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാറില്ല. അതിന് നമ്മുടെ ജനങ്ങളും അതുപോലെ തന്നെ സർക്കാർ, രണ്ട് കൂട്ടരും ഒരേപോലെ ഉത്തരവാദികളാണ്. നാഷണൽ സ്റ്റേഡിയം ബേർഡ്സ് നെസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഒരു പക്ഷിയുടെ കൂട് പോലെയാണ് ഇതിൻ്റെ നിർമ്മാണം. അത്രയ്ക്ക് മനോഹരമായൊരു ആർക്കിടെക്ചറാണ്. ഗൈസ്, ഞാൻ ശരിക്കും ഇന്നലെയാണ് ബെയ്ജിങ്ങിൽ എത്തിയത്. നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസിയിൽ വന്നതാണ്. ബെയ്ജിങ്ങിലെ ചാവ്യാങ് ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ഈ ഒളിമ്പിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇന്നലെ അറ്റസ്റ്റ് ചെയ്ത് കിട്ടി. ഇന്ന് വൈകിട്ട് വുഹാനിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഇനി 2-3 ദിവസം കൂടെ വുഹാനിലുണ്ടാവും, ചൈനയിലും ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിനി നേരെ ഇന്ത്യയിലേക്ക് പോവുകയാണ്. ചൈന ലൈഫ് ഈസ് ഗോയിങ് ടു ഓവർ. യെസ്, ഇത് ആ കാണുന്നതാണ് ബേർഡ്സ് നെസ്റ്റ്, ബെയ്ജിങ് ഒളിമ്പിക് പാർക്ക്. ലെറ്റ്സ് എൻ്റർ ഇൻസൈഡ്. ഗൈസ്, അപ്പോൾ ഒളിമ്പിക് പാർക്കിനകത്ത് ഒത്തിരി ടൂറിസ്റ്റുകളാണ്. കൂടുതലും കുട്ടികളായിട്ടുള്ളൊക്കെ ആൾക്കാരാണ്, മുതിർന്ന ആൾക്കാർ കുറവാണ്. കൂടുതലും യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒളിമ്പിക് ടവറിൻ്റെ അടുത്തായിട്ട് ആൾക്കാർ വളരെ കുറവായിരുന്നു, പക്ഷേ ഇവിടെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ഗൈസ്, നമുക്കിവിടെ നാഷണൽ ഇൻഡോർ സ്റ്റേഡിയവും കാണാം. കണ്ടോ, ഇവിടെ മറ്റൊരു ടവറാണിത്. ഇവിടെയും നമ്മുടെ ഒളിമ്പിക്സിൻ്റെ ആ ഒരു എംബ്ലം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബെയ്ജിങ് ചൈന നാഷണൽ കമ്മോഡിറ്റീസ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് മാത്രമില്ല ഗൈസ്. ഇന്ത്യയുടെ ഫ്ലാഗ്, മറ്റ് പല രാജ്യങ്ങളുടെയും കമ്മോഡിറ്റീസ് ഇവിടെ ഉണ്ട്. പാകിസ്ഥാനുണ്ട്, അതുപോലെ മലേഷ്യ, ചൈന, റഷ്യ, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ കമ്മോഡിറ്റീസ് ഒന്നും ഇവിടെ വിൽക്കുന്നില്ല. വൈ? ഓരോ രാജ്യത്തെയും അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണിത്. കീ ചെയിൻസ്, അതുപോലെ സ്വീറ്റ്സ് ഐറ്റംസ്. ഇത് ഒരുപാട് സ്വീറ്റ്സ് ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, പിന്നെ ഇത് അങ്ങനത്തെ കുറേ സുവനീർ. ഇത് റഷ്യയുടെ ഔട്ട്ലെറ്റാണ്. റഷ്യൻ ബിസ്ക്കറ്റൊക്കെയാണെന്ന് തോന്നുന്നു. ബിസ്ക്കറ്റ്, കേക്ക്, ഡോനട്ട്സ്. ഏഷ്യ, യൂറോപ്പ്, ചൈന, റഷ്യ, ഈ 3 ബോർഡ് ഇവിടെ അകത്ത് കാണാനുള്ളൂ. ഇന്ത്യ സഹകരിക്കാത്തത് കൊണ്ടാണോ അതോ ഇനി ചൈനയ്ക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഐ ആം ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നാഷണൽ സ്റ്റേഡിയം. എന്താ ഈ ഫ്ലഡ് ലൈറ്റ് ഒന്നും ഒരു രക്ഷയില്ല. ഒരു മഷ്റൂമിൻ്റെയൊക്കെ ആ ഒരു ഘടനയാണ്. അതിൽ നിന്നും മഷ്റൂം ഇൻസ്പയർഡായിട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ശരിക്കും ഇത് രാത്രിയൊക്കെ ആകുമ്പം വളരെ കിടിലനൊരു സിനിക് ഏരിയ ആയിരിക്കും രാത്രിയത്തെ കാഴ്ചകൾ. കാരണം ഈ ലൈറ്റെല്ലാം ഓൺ ആകുമ്പോൾ. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പക്ഷിക്കൂടിൻ്റെ ആകൃതിയിലുള്ള ഈ ഒരു സ്റ്റേഡിയത്തിന് ഡ്രോൺ ഷോട്ട്സ് എടുക്കാമായിരുന്നു. ഗൈസ്, അതുപോലെ ഇത് നാഷണൽ അക്വാട്ടിക് സെൻറ്റർ, ഐസ് ക്യൂബ്, വാട്ടർ ക്യൂബ് എന്നറിയപ്പെടുന്ന നാഷണൽ അക്വാട്ടിക് സെൻറ്ററും ഇത് നമുക്ക് നമ്മുടെ വലതുവശത്തായിട്ട് കാണാം. നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസിലെത്താറായി. നാഷണൽ ഒളിമ്പിക് സ്റ്റേഡിയം ഇൻ ബെയ്ജിങ്, ചൈന. അങ്ങനെ നമ്മൾ ചൈനയിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിന് ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലെക്സ് ബോർഡ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഗെറ്റ് ബേർഡ്സ് വ്യൂ ടു ബെയ്ജിങ് ഓൺ ടോപ്പ് ഓഫ് ബേർഡ്സ് നെസ്റ്റ്. പക്ഷിക്കൂടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് ഒരു പക്ഷിയുടെ വ്യൂ, ബെയ്ജിങ്ങിലേക്കുള്ളൊരു ബേർഡ്സ് വ്യൂ ലഭിക്കാൻ. അപ്പോൾ നമുക്കതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് ഫീ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ടിക്കറ്റ് ഉണ്ട് ഗൈസ്, എത്രയാണെന്നറിയില്ല. ഗൈസ്, ഒടുവിൽ നമ്മൾ നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് വാങ്ങിച്ചു.
€80 ടിക്കറ്റ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ അഫോർഡബിൾ അല്ല എങ്കിലും വാങ്ങിച്ചു ഗൈസ്. കാരണം ഇപ്പോൾ കണ്ടില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴാണ് കാണുക. ഏകദേശം 80,000-ഓളം കാഴ്ചക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ ഈ സ്റ്റേഡിയത്തിന് പറ്റും. 80,000 സീറ്റ് പെർമനൻ്റായിട്ട് ഈ സ്റ്റേഡിയത്തിനകത്തുണ്ട്. അതുകൂടാതെ അഡീഷണലായിട്ട് എക്സ്ട്രാ 11,000 സീറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റിയും ആൾറെഡി ഒരുക്കിയിട്ടുണ്ട്. സോ മൊത്തത്തിലൊരു 91,000 കാഴ്ചക്കാരെ ഹോൾഡ് ചെയ്യാൻ ഈ സ്റ്റേഡിയത്തിന് പറ്റും. ചൈനയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ സ്ട്രക്ചർ അതും ഈ കാണുന്ന നമ്മുടെ ബെയ്ജിങ് നാഷണൽ സ്റ്റേഡിയമാണ്. നമ്മുടെ ഈ €80 ടിക്കറ്റ് 30 ദിവസത്തേക്ക് വാലിഡാണ്. സോ ഗൈസ്, എന്തായാലും ഞാൻ എൻട്രൻസ് തപ്പി പോവുകയാണ്. നമുക്ക് നമ്മുടെ ഈ നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ലോകത്തിലെ പല പ്രമുഖരും വന്നു പോയിട്ടുള്ള ബെയ്ജിങ്ങിലെ നാഷണൽ സ്റ്റേഡിയത്തിലേക്ക് അനുഷസ് വ്ളോഗ്സും പ്രവേശിക്കാൻ പോവുകയാണ്. ലെറ്റ്സ് ഗോ. നാഷണൽ സ്റ്റേഡിയത്തിനകത്തേക്കുള്ള എൻട്രൻസ്. അങ്ങനെ നമ്മളിത് എൻട്രൻസൊക്കെ കടന്ന് അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ AC ആണ് ഗൈസ്. ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. കൂൾ. അകത്ത് ശരിക്കും കിടിലൻ ലൈറ്റിംഗ് ഒക്കെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗോൾഡൻ പാസേജ്. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കുക. എസ്കലേറ്ററാണ് ഗൈസ്. അപ്പോൾ അകത്തെത്തിയപ്പോൾ ശരിക്കും ഒരു ആശ്വാസം തോന്നുന്നു. കാരണം അകത്ത് അത്യാവശ്യം കൂളാണ്. AC ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്. പുറത്ത് നല്ല ചൂടാണ് ഗൈസ്. സഹിക്കാൻ പറ്റാത്ത ചൂട്. അൺസഹിക്കബിൾ. കണ്ടിന്യൂ ദ ടൂർ. ഇങ്ങോട്ടേക്കാണ് ആരോ. ഗൈസ്, റണ്ണിങ് വാട്ടർ സിൽവർ ഹാൾ. കാര്യങ്ങളെല്ലാം പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫുള്ള് വായിച്ച് നോക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗസ്റ്റ് റൂമായിരുന്നു. 2008-ലും 2022-ലെ വിൻ്റർ ഒളിമ്പിക്സും സംഘടിപ്പിച്ച സമയത്ത് അന്നത്തെ നമ്മുടെ ഒളിമ്പിക് കമ്മിറ്റിയിലെ പ്രസിഡൻറ്റുമാരും അതുപോലെ ഡിഗ്നിറ്ററീസ് എല്ലാം വന്നിരുന്ന ഏരിയയാണിത്. ഗൈസ്, നമ്മളുടെ ബെയ്ജിങ്ങിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു വ്യൂവിങ് ഏരിയയിലെത്തി ഗൈസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ള പണി നടക്കുകയാണെന്ന് തോന്നുന്നു. 80,000-ത്തിലധികം പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ചൈനയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാം, ആ ഒരു ബേർഡ്സ് നെസ്റ്റ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ നടക്കുകയാണ്. 5 നില എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇത് അവിടെ അവർ ചോദിച്ചപ്പം പറഞ്ഞത് 5th ഫ്ലോറിൽ പോയിട്ട് അതിൻ്റെ ടോപ്പിൽ പോയാൽ ബേർഡ്സ് വ്യൂ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഓസ്പീഷ്യസ് ക്ലൗഡ് ഗോൾഡൻ ഹാൾ. ഉണ്ടോ? ഇതെല്ലാം ഡിഗ്നിറ്ററീസ് വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള സ്പെഷ്യൽ ഹാളാണ്. (2022) വിൻ്റർ ഒളിമ്പിക്സ് ഗിഫ്റ്റ് പാക്കേജ്. അന്നത്തെ ഗസ്റ്റുകൾക്ക് വേണ്ടി ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് പാക്കിൻ്റെ ആ ഒരു മോഡലാണ് ഈ കൊടുത്തിട്ടുള്ളത്. അന്ന് കോവിഡ് ടൈമൊക്കെ ആയിരുന്നു. സോ അവർക്ക് വേണ്ട മാസ്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതടങ്ങിയ ഗിഫ്റ്റ് പാക്കിൻ്റെ മോഡലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് യൂണിഫോമിൻ്റെ മോഡൽ. യൂണിഫോംസ് ഫോർ സ്റ്റാഫ് ആൻഡ് വോളണ്ടിയേഴ്സ് ഓഫ് ബെയ്ജിങ് ഒളിമ്പിക് വിൻ്റർ ഗെയിംസ് ആൻഡ് വിൻ്റർ പാരാലിമ്പിക് ഗെയിംസ്. വിൻ്റർ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ വിൻ്റർ നല്ല തണുപ്പാണ്. സോ ജാക്കറ്റും വിൻ്റർ ക്ലോത്ത്സും അതുപോലെ മാസ്കും എല്ലാം ഇട്ടുകൊണ്ടുള്ള ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ്. അപ്പോൾ ഇത് ലേഡീസിൻ്റെ ഡ്രസ്സ്, അതുപോലെ അത് ജെൻസ് സ്റ്റാഫിൻ്റെ ഡ്രസ്സ്. ഇവിടെ എല്ലാം ഓഫീസ് ഏരിയ ആണ്. നോ വിസിറ്റ്. അപ്പോൾ നമുക്കിനി 5th ഫ്ലോറിലേക്ക് പോകാം. Let's go. Hello. Hello. Ni hao. Hello. Oh. Hey. 你能说英语吗？听不懂。听不懂。英语。
ഓപ്പോച്ചിത ചോങ്മാൻ ഓലോ നമ്മളങ്ങനെ 5th ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹായ് ഓ ഓക്കെ ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലൈനിൽ കൂടി പോയാൽ ഒരു സ്ഥലം കിട്ടുന്നത് ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്റ്റാൻഡ് ഏരിയയാണ്. ഗ്രാൻഡ് സ്റ്റാൻഡ് ഏരിയയാണ് ആദ്യം ആരോ പോകുന്നത്. ഓക്കെ ഗൈസ്, എന്തൊരു വലിയ സ്റ്റേഡിയമാണ് ഗൈസ് ഇത്. സൂപ്പർ. കണ്ടോ, ഇടയ്ക്ക് അവിടുത്തെ ലൈറ്റ്സൊക്കെ ഓൺ ആവുന്നുണ്ട്. നമ്മുടെ കൈവശം ഡ്രോൺ ഇല്ലാതായിപ്പോയി ഗൈസ്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡ്രോൺ ഷോട്ട്സ് കുറച്ച് ക്യാപ്ചർ ചെയ്യായിരുന്നു. പക്ഷെ അറിയില്ല ഇവിടെ ഡ്രോണ് പറത്താനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന്. അതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഡ്രോൺ ഉണ്ടായിട്ട് കാര്യമില്ല. ഡ്രോൺ നമുക്കിവിടെ ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ ഡ്രോൺ ഉണ്ടായിട്ടും കാര്യമില്ല ഗൈസ്. നമ്മളപ്പോൾ ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് സീറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. നടന്ന് കാല് തളർന്നു. എന്തൊരു ഭീമൻ സ്റ്റേഡിയം ആണെന്ന് നോക്കിയേ. കണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് റോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടോപ്പ് റോയിലൊന്നിരിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി താഴേക്ക് ഇറങ്ങാം. ഇന്ത്യയിലും ഉടനെ തന്നെ ഒരു ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. കാരണം ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രൗഢി ഉയർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന കാര്യങ്ങളാണ് ഗൈസ്. അടുത്ത ടോപ്പ് വണ്ടർ എയർ കോറിഡോർ. എയർ കോറിഡോർ ഓഫ് ടോപ്പ് വണ്ടർ ബേർഡ്സ് നെസ്റ്റ് ഈസ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലാൻഡ്സ്കേപ്പ് ഫോളോയിങ് മെഡിസിൻസ് ആർ നോട്ട് എയർ കോറിഡോർ. ഓക്കെ, പേഷ്യൻസ് വിത്ത് അക്രോഫോബിയ, ഹാർട്ട് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, നെർവസ് ഡിസീസ്, വെർട്ടിഗോ, എക്സ്ട്രാ പ്രഗ്നൻറ്റ്, ആൽക്കഹോൾ. ഇപ്പോൾ നമ്മൾ ബേർഡ്സ് നെസ്റ്റ് കോറിഡോർ വ്യൂവിങ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അക്രോഫോബിക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഹൈറ്റ് ഉയരം പേടിയുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമല്ല. അതുമാത്രമല്ല ഹൈപ്പർ ടെൻഷൻ, നെർവ് ഡിസോർഡേഴ്സ്, അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസ്, അവർക്കൊന്നും അഡ്വൈസ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ല ഇത്. സോ നമുക്കെന്തായാലും പോയി നോക്കാം എന്താണ് ഇത്ര അഡ്വഞ്ചറസ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, എൻ്റെ മുമ്പ് കണ്ട ഗൈസ്, നമ്മുടെ നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് എയർ കോറിഡോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എയർ കോറിഡോറിലൂടെ നമ്മളിപ്പോൾ നടക്കുകയാണ്. ഇത് അവിടെയും മറ്റൊരു കുറച്ചുകൂടി ഉയരത്തിലുള്ളൊരു വ്യൂവിങ് ഡെക്ക് ഒരുക്കിയിട്ടുണ്ട്. ബേർഡ്സ് നെസ്റ്റിൻ്റെ പുറത്തുകൂടി നമ്മൾ നടക്കുകയാണ് ഗൈസ്. പുറത്ത് മീൻസ് സ്റ്റേഡിയത്തിൻ്റെ പുറത്തല്ല, സ്റ്റേഡിയത്തിൻ്റെ ടോപ്പ്, സ്റ്റേഡിയത്തിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാൻ, ഇതാണ് പറഞ്ഞ സ്ഥലം മോനെ. നമ്മൾ കുറേ നേരമായിട്ട് ബേർഡ്സ് നെസ്റ്റ് വ്യൂ കണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ടോപ്പ് വ്യൂ. ശരിക്കും ഇവിടെ സ്റ്റേഡിയം പണി നടക്കായിരുന്നെങ്കിൽ ആ ഒരു പച്ചപ്പും എല്ലാം നിറച്ചൊരു കിടിലൻ വ്യൂ ആയിരുന്നേനെ. അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞ ബേർഡ്സ് നെസ്റ്റ് വ്യൂ കോറിഡോർ, എയർ കോറിഡോറിൽ നിന്നുള്ള ബേർഡ്സ് നെസ്റ്റ് വ്യൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ സ്ട്രക്ചറാണ് നമ്മുടെ ഈ നാഷണൽ സ്റ്റേഡിയത്തിലെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഫുള്ളി സ്റ്റീലാണ്, സ്റ്റീൽ സ്ട്രക്ചറാണ് എല്ലാം, പടികൾ ഉൾപ്പെടെ എല്ലാം സ്റ്റീൽ. നമുക്കവിടെ ദൂരെയായിട്ട് ചെറിയ സ്റ്റേഡിയം കാണാം. ഫുട്ബോളും അതുപോലെ തൊട്ടടുത്തായിട്ട് ബാഡ്മിൻ്റൺ കോർട്ടും ഒക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസിനുള്ള ഗ്രൗണ്ടൊക്കെയാണ്. പിന്നെ ഗൈസ്, അതിൻ്റെ അടുത്തായിട്ട് കണ്ടോ ഒരു വലിയ ദീപശിഖയാണ്. നമ്മുടെ ഒളിമ്പിക്സ് ഇനോഗ്രേഷൻ ടൈമിൽ അവർ തീ കൊളുത്തി വിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ദീപശിഖയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അത് തന്നെയാണ് ഗൈസ്, ദീപശിഖ. ഒളിമ്പിക് ടവർ അതിൻ്റെ അടുത്തായിട്ടൊക്കെ ചെറിയ ലേക്കൊക്കെ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഞാൻ നടന്ന് ഒരുപാട് തളർന്നു ഗൈസ്. അപ്പോൾ ഇനി കൂടുതൽ നടക്കുന്നില്ല. എന്തായാലും നമ്മൾ ഒരുപാട് ദൂരം നടന്നു. നമ്മുടെ ഈ സ്റ്റേഡിയത്തിൻ്റെ അകവും പുറവും എല്ലാം കണ്ടു ഗൈസ്. സോ എന്തായാലും ഇനി മറ്റൊരു ഒളിമ്പിക്സ്
തീർച്ചയായും വേദിയാകേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. 2008-ലും 2022-ലും ഒളിമ്പിക്സിന് വേദിയായ ബെയ്ജിങ്ങിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ നിന്നും അനുഷസ് വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ.